ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അൽബൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിന് അതിരസം എന്ന് പറയും. ഞങ്ങളടുത്ത് അൽബൂരി എന്നാണ് ഇനി പറയുന്നത്. സാധാരണ ഇതുണ്ടാക്കുന്നത് ശർക്കര പാനിയൊക്കെ റെഡിയാക്കിയിട്ട് അത് മിക്സ് ചെയ്ത് 2 ദിവസം വെച്ചിട്ടാണ്. ഞാനിത് ശർക്കര അരിപ്പൊടിയിൽ മിക്സ് ചെയ്തിട്ടാണ് ഈസി ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു അതിരസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇതൊരു 300 ഗ്രാം പച്ചരിയാണുള്ളത്. അത് നന്നായിട്ട് വെള്ളമൊഴിച്ച് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കാം. ഇപ്പോൾ ഇത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു അരിപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് നന്നായിട്ട് പോയി കഴിയുമ്പോൾ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലുള്ള ഒരു തോർത്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കോട്ടൻ്റെ തുണിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് ഒന്ന് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. കൂടുതൽ നേരമൊന്നും ഇത് ഉണക്കിയെടുക്കണ്ട. ഒരു 20 മിനിറ്റൊക്കെ മതിയാവും. ഇതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് പോയി കിട്ടിയാൽ മാത്രം മതി. ഒരുപാടങ്ങ് ഉണങ്ങിയിട്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നിരത്തിയിട്ട് ഇതൊന്ന് ഉണക്കാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ കയ്യിലൊട്ടുന്ന ഒരു രീതിയിലാണുള്ളത്. കയ്യിൽ ആ ഒരു നനവോടുകൂടി കയ്യിലൊട്ടിപ്പിടിച്ചിരിക്കും ഈ ഒരു അരി. ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇത്രയും കയ്യിലൊട്ടിപ്പിടിക്കാതെ ഒരു നല്ലൊരു ഡ്രൈ ആയിട്ട് ആ വെള്ളം എല്ലാം വാർന്ന് പോയി കഴിയുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ആ വെള്ളം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് ഡ്രൈ ആക്കി എടുക്കണ്ട. ഇനി ഇത് പൊടിച്ചെടുക്കാം. മിക്സിയുടെ പൊടിക്കുന്ന ഒരു ചെറിയ ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ ഒരളവിൽ കാണിക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രമേ ഉണ്ടാവൂ. നമ്മളിത് ചെയ്തു വരുമ്പോൾ തന്നെ പൊടി ഒരു 3 കപ്പിൽ താഴെ പൊടിയേ ഉണ്ടാവൂ, പച്ചരിപ്പൊടി. അപ്പോൾ ഇത് 2 പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് പൊടിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. അരിപ്പൊടി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള അരിയും ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ അതിലേക്കൊരു 4-5 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു മണത്തിന് വേണ്ടിയിട്ട്. ഇതും നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ പൊടി നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല നൈസായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു 300 ഗ്രാം പച്ചരി പൊടിച്ചെടുക്കുമ്പോൾ ഒരു 3 കപ്പിൽ താഴെയായിട്ട് ഈ ഒരു അരിപ്പൊടി ഉണ്ടാവും. ഞാൻ എടുത്തിട്ടുള്ളത് 250 ml കപ്പിലാണ് ഈ അളവെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെ ഒരു 3 കപ്പിലും ഒരു 2-3 ടേബിൾ സ്പൂൺ കുറവായിട്ട് അരിപ്പൊടി ഉണ്ടായിരുന്നു. ഇനി ഇതിലേക്കായിട്ട് 150 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കത്തി കൊണ്ടൊന്ന് ചീകിയെടുക്കുക, അല്ലെങ്കിൽ ഇടിക്കുന്ന ഇത് വെച്ചിട്ടൊന്ന് ഇടിച്ചെടുക്കുക ചെയ്താൽ മതി. അപ്പോൾ എടുക്കുമ്പോൾ ഇതുപോലെ ലൈറ്റായിട്ടുള്ള കളറിലുള്ള ശർക്കര തന്നെ എടുക്കണം. ഡാർക്ക് കളറിൽ ശർക്കര എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും നമ്മൾ അൽബൂരി റെഡിയാക്കി എടുക്കുമ്പോൾ. അപ്പോൾ ആ ശർക്കര ഞാൻ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ശർക്കരയുടെ അളവ് കപ്പളവിലാണെങ്കിൽ പൊടിച്ചിട്ട് ഒരു 3/4 കപ്പ് എടുത്താൽ മതി. നമ്മൾ അരി എടുക്കുന്നതിൻ്റെ നേർ പകുതിയാണ് ശർക്കര എടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. സാധാരണ അൽബൂരി ഉണ്ടാക്കുമ്പോൾ പാനിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ശർക്കരയുടെ നനവ് കൊണ്ടാണ് ഈ ഒരു അൽബൂരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു പുട്ടിൻ്റെ മാവിൻ്റെ ആ ഒരു പാകത്തിനാണ് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഉള്ളത്. ഇതിനി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിനി അടച്ചിട്ട് ഒരു ദിവസം ഒന്ന് മാറ്റി വയ്ക്കാം. പിറ്റേ ദിവസം എടുത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
മൊത്തത്തിൽ 2 ദിവസം വെച്ചിട്ട് വേണം അൽബൂരി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് അടച്ചു വെക്കുന്നുണ്ട്. അൽബൂരിയുടെ മാവ് മിക്സാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസമായിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ എടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒക്കെ നനവൊക്കെ പിടിച്ചിട്ട് കുറച്ച് കട്ടകൾ പോലെയാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിനാണുള്ളത്. ഇതിനി നന്നായിട്ട് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ അൽബൂരി റെഡിയാക്കി എടുക്കാൻ നല്ല ഈസിയാണ്. പിന്നെ ഇത് ഒരു 2 ദിവസം വെച്ചിട്ടാണ് അൽബൂരി ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഈ ഒരു പച്ചരി പൊടിച്ചെടുക്കുകയും പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന അത്രയും പണിയേ ഉള്ളൂ, ഒരുപാട് പണിയില്ല. അല്ലാതെ നമ്മൾ സാധാ രീതിയിൽ അൽബൂരി റെഡിയാക്കി എടുക്കുമ്പോൾ പാനിയുടെ കറക്റ്റ് പാകം എത്തിയിട്ടില്ലെങ്കിൽ അൽബൂരി കറക്റ്റായിട്ട് കിട്ടില്ല. ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടകളൊക്കെ ഉടച്ച് നല്ല പോലെ തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചിട്ട് ഒരു ദിവസം അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം എടുക്കുമ്പോൾ ഇതുപോലെ നല്ലൊരു നനവോട് കൂടിയിട്ട് ഇരിപ്പുണ്ട്. ഇതിനി കുറച്ചും കൂടെ ഒന്ന് നനവ് വേണം നമ്മൾ അൽബൂരി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ട് കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഈ പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയ ചൂടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇതേപോലെ 1 ടീസ്പൂൺ വീതമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചൂട് കൂടി പോകണ്ട, ഒരു ചെറിയ ചൂട് മാത്രം മതി പാലായാലും വെള്ളമായാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. അൽബൂരി ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ എടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം ഇത് ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് വാഴയിലയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലും കുറച്ച് എണ്ണ തടവിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതിനി നേരെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് മീഡിയത്തിനും കുറവായിട്ട് വെക്കണം. ഇത് നമ്മൾ ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് ഒന്ന് ഭയങ്കരമായിട്ട് ക്രിസ്പി ആയി പോവും. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിത് ചെറിയ അൽബൂരി ആയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നന്നായിട്ടൊരു കളർ മാറി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അതിരസമാണിത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും. നമുക്ക് നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ. 2 ദിവസം വയ്ക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അൽബൂരി റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ സാധാ രീതിയിൽ ശർക്കരപ്പാനിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന അൽബൂരിയുടെ പോലെ തന്നെയുണ്ട്, ടേസ്റ്റും അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്